അത് പാപത്തിൽ വീണുപോയി അധപ്പതിച്ചു പോയ മനുഷ്യവംശത്തെ അവന് നൽകിയിരുന്ന ആദ്യ മഹത്വത്തിലേക്ക്, ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വം ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ പ്രവർത്തി ചെയ്തത്. അത് വെറുതെ ഇങ്ങോട്ട് കടന്നു വന്നാൽ പോരായിരുന്നു. അവന്റെ അവസാനത്തുള്ള രക്തവും അവന്റെ ശരീരവും മാംസവും എല്ലാം നമുക്ക് വേണ്ടി പരിഹാര ബലിയായി അർപ്പിച്ചുകൊണ്ട് ഒരു പരിഹാര ബലിയായി തീരേണ്ടിയിരുന്നു. എന്തിനാണ് പരിഹാര ബലിയായി തീരുന്നത്? നമ്മളിലുള്ള പാപത്തെ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവനിലുള്ള പരിശുദ്ധിയെ നമ്മളിലേക്ക് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ, അന്ധകാരത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയാൽ അവൻ നമ്മളിലുള്ള പാപമാലിന്യങ്ങളെ തന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു. അങ്ങനെ പാപത്തിന്റെ അവസ്ഥ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവമകൻ മകളെന്ന ഉന്നത സ്ഥാനത്തേക്ക് അവിടുന്ന് നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. തന്റെ തന്നെ ആത്മാവിനെ പകർന്നു കൊടുക്കുക. ഇതിന് പറയുന്ന പേരാണ് നവീകരണം. ഭൂമിയിലുള്ള സകല മനുഷ്യരും നവീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു.